നിങ്ങൾ ഈ കേൾക്കാൻ പോകുന്ന കാര്യം, കാണാൻ പോകുന്ന കാര്യം ആദ്യം കേൾക്കുമ്പോൾ വിശ്വസിക്കില്ല. പക്ഷേ ഇവിടെയുള്ള ആളുകളുടെ അനുഭവം കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കും. ഇതൊരു പള്ളിയാണ്, ഒരു മഖാം പള്ളിയാണ്. ഇവിടെ ഒരു മഹാൻ അടങ്ങിയിട്ടുണ്ട്. ഈ പള്ളിയുടെ പേര് തെരുവത്ത് മഖാം എന്നാണ് ഈ പള്ളിയുടെ പേര്. ഇവിടെ അടങ്ങിയിരിക്കുന്ന മഹാന്റെ പേര് സയ്യിദ് മുഹമ്മദ് എന്നാണ്. അത്ഭുതം എന്ന് പറയുന്നത് ഈ കാണുന്ന മരം, ഇതൊരു കാഞ്ഞിര മരമാണ്. ഈ കാഞ്ഞിര മരം നമുക്കറിയാം കൈപ്പേറിയതാണ് കാഞ്ഞിര മരം എന്ന് പറയുന്നത്. പക്ഷേ അത്ഭുതം എന്ന് പറയുന്നത് ഈ കാഞ്ഞിര മരത്തിൽ ഒരു ദിവസം, അതായത് ഇവിടുത്തെ ആണ്ട് നേർച്ചയായിട്ട് ബന്ധപ്പെട്ട ആ ദിവസം ഇവിടെ വരികയാണെങ്കിൽ ഈ മരത്തിന്റെ ഇലയ്ക്ക് നല്ല മധുരമാണെന്നാണ് പറയുന്നത്. അതായത് അനുഭവം ഉള്ള ആളുകളാണ് പറയുന്നത്. അതായത് കാഞ്ഞിര മരത്തിന്റെ ഈ ഇലയ്ക്ക് ഇവിടുത്തെ ഉപ്പയുടെ ആണ്ട് നേർച്ചയുടെ ദിവസം അത് കഴിച്ചാൽ, ആ ഇല കഴിച്ചാൽ മധുരം അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. തീർച്ചയായും നമുക്കൊന്ന് കണ്ടറിയാം. അത് ആളുകളുമായി ഇവിടെയുള്ള ഉസ്താദുമായിട്ട് സംസാരിച്ച് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇതിനൊരു ഐതിഹ്യമെന്നും എന്താണ് വിശ്വാസമെന്നും. നമ്മളിനി കാണാൻ പോകുന്നത് വെറും സ്വപ്നങ്ങളോ അല്ലെങ്കിൽ കെട്ടുകഥകളോ അല്ല. ഈ നാട്ടിൽ തന്നെയുള്ള നാനാമത ജാതി മതത്തിൽപ്പെട്ട ആളുകളും സ്വന്തം അനുഭവിച്ചറിഞ്ഞ സത്യങ്ങളാണ്, വിശ്വാസങ്ങളാണ്. കണ്ണിൽ കാണുന്നത് മാത്രമാണ് വിശ്വാസം, അല്ലെങ്കിൽ അത് മാത്രമേ വിശ്വസിക്കാവൂ എന്ന് പറയുന്ന ആളുകളോട് ഒരു കാര്യം, നമുക്ക് കാണാൻ കഴിയാത്ത പല സത്യങ്ങളും പല വിശ്വാസങ്ങളും നമ്മൾ എന്നും അനുഭവിക്കുന്നുണ്ട്. മുൻധാരണകളെ മാറ്റിവെച്ച് ഈ വീഡിയോ കാണുക. എന്താ ചേട്ടൻ്റെ പേര്? പ്രനിൽ എന്നാണ് എൻ്റെ പേര്. ഞാനിവിടെ പള്ളിയുടെ തൊട്ടടുത്തുള്ള നിവാസിയാണ്. അതായത് ഇവിടുത്തെ ഒരു വിശ്വാസത്തിലെ ആളുകൾ പറയുന്നത് ഈ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന കാഞ്ഞിര മരം, അതിൽ നിന്നും ഒരു ദിവസം ഇവിടുത്തെ ആണ്ട് നേർച്ചയുടെ അന്ന് അയല കഴിച്ചാല് മധുരം തോന്നുന്ന, കാരണം കാഞ്ഞിരത്തിന്റെ ഇലയ്ക്ക് കയ്പല്ലേ, പക്ഷെ മധുരം തോന്നുന്നു. എന്താ അങ്ങനെ പറയുന്നത്? ഇതൊക്കെ ഉള്ളതാണോ? അത് സത്യസന്ധമായ ഒരു കാര്യമാണ്. ഈ പള്ളിയിൽ ഉള്ള നേർച്ചയുടെ നമ്മുടെ തങ്ങളുടെ ശക്തിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അത് വളരെ എനിക്ക് വിശ്വാസമാണ്. ഞാൻ ഒരിക്കൽ നേർച്ചയ്ക്ക് ഇത് മറ്റൊരാൾ എന്നോട് പറഞ്ഞിട്ട് എനിക്കത് വിശ്വാസം വരാതെ ഞാൻ നേർച്ച ദിവസം വന്ന് അത് ഭക്ഷിച്ചു നോക്കിയ ആളാണ്. സത്യമായിട്ടും അതിനന്ന് കയ്പില്ല. അത് എനിക്ക് തന്നെ അനുഭവപ്പെട്ടതാണ്. എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുന്നതാണ്. അത്രയും മഹത്വമായ ഒരു പള്ളിയാണിത്. ഞങ്ങൾ എല്ലാ മതക്കാരും ഒരേപോലെ വിശ്വസിച്ച് ഒന്നിച്ചു കൂടുന്ന ഒരു സ്ഥലമാണ് ഇവർ താണ്ട് നേർച്ച എന്ന് പറയുന്നത്. അത്രയും അവിടുത്തെ ഖബറിലുള്ള പുണ്യപുരുഷന് ഭയങ്കര ദിവ്യത്വമുള്ള മനുഷ്യനാണ്. അതുകൊണ്ടാണ് ആ ഒരു ശക്തി ആ പള്ളിയുടെ പരിസരങ്ങളിൽ നിലനിൽക്കുന്നത്. എനിക്ക് നല്ല അനുഭവമുള്ളതാണ്. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. എന്താ പേര്? പ്രകാശൻ. ഇവിടുത്തെ സ്വദേശിയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്. എന്താണ് ഈ പള്ളിയായിട്ടുള്ള ഒരു ഐതിഹ്യം? ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ കേൾക്കുന്നത്, നമ്മുടെ കുട്ടിക്കാലം മുതൽ അച്ഛനും അമ്മയും നമ്മുടെ അപ്പൻ എല്ലാവരും വിളിക്കുന്നത് തങ്ങളെ കഴിഞ്ഞാൽ മറ്റേ ഗുരുവായൂരപ്പ തങ്ങളെന്നാ പറയും. ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്ന് ആരാധിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ ശബരിമല സീസൺ ആയി കഴിഞ്ഞാൽ എല്ലാവരും മാറിയിട്ട് വന്ന് ഈ കുളത്തിലെ കുളിക്കും. ഈ കുളത്തിൽ കുളി കഴിഞ്ഞാൽ പള്ളിക്ക് ഒരു തൊഴുതിട്ടാണ്. മാറിയിട്ട് സ്വാമിമാർ വന്ന് ഈ കുളത്തിൽ കുളിച്ച് ചരണവും വിളിച്ചു കഴിഞ്ഞാൽ നേരെ പോയി പള്ളിയിൽ പോയി തൊഴുതി എന്നിട്ടാ പോവാ. ഞങ്ങളുടെ കുട്ടിക്കാലത്തെല്ലാം നമ്മൾ കണ്ടു വളർന്ന ഒരു സംഗതിയാണ്. അതായത് ഇവിടെ ഒരു മനയുണ്ട്, ഇളയട്ട മന. അവര് ജന്മികളായിരുന്നു. അവരുടെയാണ് ഈ ഭൂമി മുഴുവൻ, ഈ പ്രദേശം മൊത്തം അവരുടെ കയ്യിലായിരുന്നു. അപ്പൊ ഈ പൊള്ളാച്ചി ആനമല ഭാഗത്ത് ഒരു തങ്ങൾ വരികയും അപ്പൊ അദ്ദേഹത്തിന് ഇവിടെ വരൾച്ച നിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ അവരത്തും തങ്ങുന്നു സംസാരിച്ചു. എന്നാ പാടത്തെ വരമ്പൊക്കെ കെട്ടാൻ മുറന്ന് രാത്രി മഴ പെയ്യുമ്പോൾ ഐതിയാണ് നമ്മൾ കേട്ട് വളർന്നത്. പക്ഷെ അന്ന് രാത്രി മഴ പെയ്യും, നല്ല മഴ പെയ്തു. അവരുടെ കണ്ടത്തിലെല്ലാം വിളവ് കിട്ടി. അപ്പൊ അതിനുശേഷം അവർക്ക് ഇരിക്കാൻ, തങ്ങളിരിക്കാൻ അവരുടെ ഭൂമി തന്നെയാണ്. മനക്കാരെ കൊടുത്താണ്, അവരുടെയാണ്, അവര് കൊടുത്ത ഭൂമിയാണ് അത്. ഈ അവരുടെ ഖബർസ്ഥാൻ ഇതെല്ലാം മനക്കാർ കൊടുത്താണ്. അങ്ങനെ അവരവിടെ താമസിച്ചു. ആ പള്ളി അതാണ് അവിടെ ഇരുന്ന സ്ഥലമാണ്. ഇപ്പോഴും അതിന്റെയൊക്കെ രേഖകൾ മുഴുവൻ അവരുടെ കയ്യിൽ തന്നെയാണ്. അവിടെ നിന്നാണ് ഫസ്റ്റ് നേർച്ച വരിക. മകരമാസത്തിലാണ് നേർച്ച. മകരമാസത്തിലെ വെളുത്ത ദിവസം. അപ്പൊ ഇവരുടെ മുസ്ലിങ്ങളുടെ പകരം വേറെ ഒരു മാസമാണ്. പക്ഷെ മകരമാസത്തിലെ വെളുത്ത ഭാഗം ആ ദിവസം നമ്മുടെ നേർച്ച നടക്കുക. അപ്പൊ ഫസ്റ്റ് നേർച്ച അവരുടെ വീട്ടിൽ നിന്ന് വരിക. അവരുടെ വീട്ടിൽ നിന്ന് നേർച്ച എടുത്ത ശേഷമാണ് മറ്റുള്ളവർ നേർച്ച പള്ളി സ്വീകരിച്ചു. ഈ പള്ളിയെ കുറിച്ച് ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ പള്ളിയാണെന്നാണ് പറയുന്നത്. എന്താണ് ഇതിന്റെ ഒരു ഐതിഹ്യം? എന്താണ് ഒരു ചരിത്രം? ആദ്യമായിട്ട് ചരിത്രം കണ്ടിട്ട് വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടുവരാനും വെള്ളം വർഷമായി ദേശമായി കിട്ടിയതാണ് ആദ്യത്തെ മഹാന്മാരുടെ കറാമത്ത്, അത്ഭുതങ്ങള്. ഈ മഹാൻ ഇവിടെയുള്ള മൂപ്പർ മുഹമ്മദ് ബന്ധുപറയും ചെന്നൈന്റെ അടുത്ത് പറങ്കിപ്പേട്ട എന്ന സ്ഥലത്തുനിന്ന് അദ്ദേഹം ഇവിടെ വന്നതാ. പറങ്കിപ്പേട്ട മുഹമ്മദ് ബന്ദർ പറയും. മുഹമ്മദ് ബന്ദറിന് അദ്ദേഹം
ഇവിടെ പിന്നെ കുറെ തങ്ങളുടെ ഇവിടെ വന്ന് തങ്ങൾ പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ഈ സ്ഥലത്ത്. അന്ന് ഒരു കാടും കൃഷിത്തൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് കാടും കൃഷിയൊക്കെ ആയിരുന്നല്ലോ. അന്ന് പലമ്പുഴകളോ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹം വന്ന് ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വഴി കൂടെ അന്നത്തെ ജമ്മിമാര് വന്നിട്ടുണ്ടായിരുന്നത്. വന്നിട്ടാണ് അദ്ദേഹം കണ്ടപ്പോൾ നല്ലൊരു മഹാനായി തോന്നി. അപ്പൊ അദ്ദേഹത്തെ അടുക്കൽ വന്നപ്പോ അദ്ദേഹം ചോദിച്ചു, ഞങ്ങൾക്ക് വെള്ളമില്ലാണ്ട് ഭയങ്കര വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു. അപ്പൊ നിങ്ങൾ അതിനെ പറ്റിയൊന്നും പേടിക്കണ്ട, അന്ന് നിങ്ങൾക്ക് കൃഷിയിടങ്ങളെ കെട്ടാൻ വേണ്ടി വന്നു. അന്ന് കാര്യസ്ഥന്മാരെ വെച്ച് കൃഷി കെട്ടി അന്ന് അവർക്ക് മാത്രം യഥേഷ്ടമായി വെള്ളം കണ്ടു. പിന്നെ ഇവിടെ പ്രത്യേകത പറയുകയാണെങ്കിൽ നാൽക്കാലികൾക്ക് വല്ല അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണിക്കായിട്ട് പിന്നെ നേർച്ചയാക്കി ഉണ്ടിടാറുണ്ട്. അതേമാതിരി ആ ചുറ്റിക്കൊണ്ട് വരാൻ നാൽക്കാലിയ. അതേമാതിരി ഓരോരുത്തർ പിന്നെ കൃഷിയിടങ്ങൾ മാത്രമല്ല ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, ദ്വയർക്കാറുണ്ട്. അപ്പോൾ ദ്വയറിന് തന്നെ അവർക്ക് ആ ജോലി കിട്ടിക്കൊടും. അതേമാതിരി സന്താനമില്ലാതെ ഇവിടെ വന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുന്നവർ ഇവിടെ വന്ന് സന്താനം കിട്ടാറുണ്ട്. അതേമാതിരി വീട് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് അവർക്ക് നല്ലതായ വീടുകൾ കിട്ടാറുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അത്ഭുതങ്ങൾ കാണുന്നുണ്ട്. ഇപ്പം എത്ര നാളായി ഇവിടെ? ഞാൻ 41 വർഷമായി. 40 വർഷമായി. 40 വർഷമായിട്ട് ഇവിടെ അദ്ദേഹത്തിന്റെ ഞങ്ങൾക്ക് അതേമാതിരി എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് ദ്വയർക്കും മക്കളുടെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് സഹായിച്ചു തരാണ്ട്. 40 വർഷമായിട്ട് ഇവിടെ ഉണ്ടല്ലേ? 40 വർഷമായി. മാഷാ അല്ലാഹ്. എന്തെങ്കിലും അത്ഭുതം നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ. എന്താണത്? ഓരോ കാര്യങ്ങൾ ചോദ്യത്തിൽ വന്ന് കാര്യങ്ങൾ പറയും, അതെല്ലാം നടന്നിട്ടുണ്ട്. ഇതൊന്നുമില്ല, എന്ത് വന്ന് പ്രാർത്ഥിച്ചാലും അത് പെട്ടെന്ന് അത് നടക്കാറുണ്ട്. ഏതെങ്കിലും ഒരു കാര്യം ഒന്ന് ഓർത്തെടുത്തേ ഒന്ന്. എന്തെങ്കിലും ഒരു കാര്യം ഓർമ്മയുണ്ടോ അങ്ങനെ നടന്ന? ഉണ്ട്. സന്താനമില്ലാതെ ഒരാൾ നേർച്ചയാക്കിയിട്ട് പോകും. നേർച്ചയാക്കി പോകുമ്പോൾ അവർക്ക് സന്താനം ഉണ്ടാവും. അപ്പോൾ അവർ അന്നദാനം കൊടുക്കാറുണ്ട്. അതേമാതിരി ഗൾഫിലേക്ക് പോകാൻ വേണ്ടി പിന്നെ നേടിയ പറയും, അപ്പോൾ ഒന്ന് ശരിയാവുന്നുണ്ട്. അതേമാതിരി രോഗങ്ങൾ ഇന്നാവ് ഇടയ്ക്ക് ചോദിച്ചു, ഒരു മൂരിക്ക് അസുഖങ്ങൾ വന്നിട്ട് ഇവിടെ ഒറ്റപ്പാലത്ത് നിന്ന്. അപ്പൊ അദ്ദേഹം പിന്നെ വന്ന് കുറച്ച് പൂവെണ്ണെടുത്ത് അതിലുമായി മേലെ ഇട്ടപ്പോ ഡോക്ടറെ കൈവിട്ടത് പെട്ടെന്ന് അത് ആ രോഗങ്ങൾ മാറി. ഡോക്ടർ പറഞ്ഞു എന്തായാലും മരുന്ന് ചെയ്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ അത്ഭുതങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായി. ഇവിടെ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ വരുന്നത്, എല്ലാ ജാതികളും ഇവിടെ വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഇന്നതില്ല അവർ വന്ന് അവർക്ക് യഥേഷ്ടമായ ഇത് കാര്യങ്ങൾ നടക്കാറുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത് നടക്കാറുണ്ട്. അതല്ലേ?